പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കമലനിസ കാടാമ്പുഴ. അപ്പോൾ ഇന്ന് ജൂൺ 4 വളരെ നിർണായകമായ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന ഒരു ദിവസമല്ലേ. ഏതായാലും കളിയാക്കിയവർക്കും ആക്ഷേപിച്ചവർക്കും കാലം തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. ഏതായാലും കേരളത്തിൽ താമര വിരിയൂല, താമര കുളത്തിൽ മാത്രമേ വിരിയൂ എന്ന് പറഞ്ഞവർക്ക് കേരളത്തിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി ചേട്ടൻ എടുത്തിരിക്കുന്നു. മുന്നേ നിങ്ങളതിൽ പറഞ്ഞല്ലേ കളിയാക്കിയിരുന്നത്. തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു. ഏതായാലും തൃശ്ശൂർ അവസാനം സുരേഷ് ഗോപി ചേട്ടന് സ്വന്തം. ഏതായാലും താമരപ്പൂവ് കേരളത്തിലും വിരിഞ്ഞു. ഇനി വരുന്ന ആളുകൾ മറ്റെല്ലാ സ്ഥലത്തും, അതായത് കേരളത്തിൽ തൃശ്ശൂർ മാത്രമല്ല മറ്റെല്ലാ സ്ഥലത്തും വിരിയും. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു സുരേഷ് ഗോപി ചേട്ടനെ നോമിനേറ്റ് ചെയ്ത അന്നു മുതൽ അദ്ദേഹം അനുഭവിച്ച ഓരോ കാര്യങ്ങളും. ആദ്യം മാധ്യമപ്രവർത്തകയുടെ രൂപത്തിൽ, പിന്നെ മാതാവിന് എന്താ പറയുക കിരീടം സമർപ്പിച്ച, സ്വർണ്ണ കിരീടം സമർപ്പിച്ച അവിടുന്ന് മുതൽ കഞ്ഞി കുടിച്ച സമയത്ത്, അതായത് പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അതിന് ക്ഷണിച്ചു. അവിടെ പോയിട്ട് അദ്ദേഹം കഞ്ഞി കുടിക്കുന്ന